ബ്രഹ്മഹത്യ, ഗോഹത്യ തുടങ്ങിയവ ചെയ്യുന്നതിൻ്റെ പാപം 7 തലമുറകളെ ബാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. സന്തോഷം. അങ്ങനെയെങ്കിൽ ഒരാളുടെ കർമ്മഫലം എങ്ങനെയാണ് മറ്റൊരാളെ ബാധിക്കുന്നത്? ഇവിടെ ശ്രദ്ധിക്കുക, ഓരോരോ വ്യക്തിയും അവനവൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത്. അച്ഛൻ്റെ കർമ്മത്തിൻ്റെ ഫലം മകൻ അനുഭവിക്കില്ല. എൻ്റെ കർമ്മഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. എൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിലും മുജ്ജന്മങ്ങളിലും. എന്നാൽ സമാന കർമ്മഫലാനുഭവം വേണ്ടവർ ഒത്തുകൂടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. അത് ഈ പ്രകൃതിയുടെ ഒരു മഹാനിയമമാണ്. എങ്ങനെ ഞാൻ ഈ യോനിയിൽ വന്ന് ജനിക്കാനിടയായി? ചിന്തിച്ചു നോക്കൂ. അവനവൻ്റെ അമ്മയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ അച്ഛൻ്റെ മകനായി ജനിക്കാനിടയായി എന്ന് ആലോചിച്ച് നോക്കൂ ഓരോരുത്തരും. അപ്പോൾ അകസ്മാത് ഒന്നും സംഭവിക്കുന്നില്ല. ചേരേണ്ടതുപോലെ ചേരും. അത്യത്ഭുതകരമായിട്ടാണ് നടക്കുക. അത്യത്ഭുതകരമായിട്ടാണ്. അപ്പോൾ സമാന കർമ്മഫലാനുഭവം വേണ്ടവർ ഒത്തുകൂടും. ഒത്തുകൂടിയേ മതിയാവും. അതെങ്ങനെയാ? അങ്ങനെയാ. അതിന് വേറൊരാളല്ല കുറ്റക്കാരൻ. അത് നമ്മളെ കർമ്മഫലം അനുഭവിക്കുന്നത്. അല്ലാതെ അച്ഛൻ്റെ കർമ്മത്തിൻ്റെ ഫലം മകൻ അനുഭവിക്കില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ അവ്യവസ്ഥാ ദോഷം വരും. കർമ്മഫല സിദ്ധാന്തം തന്നെ തെറ്റും. കാര്യകാരണ ബന്ധം നഷ്ടപ്പെട്ടു പോകും. മറിച്ച് സമാന അനുഭവം വേണ്ടവർ ഒത്തുകൂടും. അപ്പോൾ ശ്രീരാമൻ സീതയെ വിവാഹം കഴിക്കാൻ യോഗ്യത നേടി. സീതയ്ക്ക് രാമനെ ഇഷ്ടപ്പെട്ടു. നോക്കൂ, സീതയുടേത് വാസ്തവത്തിൽ സ്വയംവരമല്ലേ? അല്ലേ? സീതയുടേത് സ്വയംവരമല്ലേ? അതെ. അപ്പോൾ വില്ല് കുലച്ചാൽ സീത വിവാഹം കഴിക്കുന്ന ഉറപ്പുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. പിന്നെ ആകെക്കൂടി ഒറ്റ വകുപ്പേ ഉള്ളൂ. 100 കണക്കിന് രാജാക്കന്മാർ വന്ന് പരാജയപ്പെട്ട് പോയതാണ്. ഇത് 500 പേര് ബലം ചെയ്താൽ മാത്രമേ ഇത് ഇളക്കാൻ പോലും സാധിക്കൂ. അങ്ങനത്തെ വില്ല. അപ്പോൾ അത് ഇനിയിപ്പോൾ ഒരാൾ കുലച്ചു വെച്ചാൽ സീതയ്ക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അയാളെ വരിക്കുന്നതാണ് സീതയുടെ ബുദ്ധി. എന്നാലും നിർബന്ധമൊന്നുമില്ല കഴിച്ചോളണമെന്ന്. കാരണം ആ വില്ല് അവിടെ ഉള്ള കാലത്തോളം വേറെ ആൾക്ക് വരാനുള്ള സാധ്യത ഉണ്ട്, കുലയ്ക്കാനുള്ള സാധ്യത ഉണ്ട്, സീതാ സ്വയംവരത്തിന് യോഗ്യത നേടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് രാമൻ എന്ത് ചെയ്തു? കുലയ്ക്കാൻ പറഞ്ഞ ആൾ പൊട്ടിച്ചു കളഞ്ഞു. കുലയ്ക്കാൻ അറിയാത്ത ആളാണോ രാമൻ? വില്ല് കുലയ്ക്കാൻ അറിയാത്ത ആളാണോ രാമൻ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അയ്യോ, ഒരിക്കലുമല്ല. വില്ലിൽ അഗ്രഗണ്യനാ. അപ്പം രാമനോട് വില്ല് പൊട്ടിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? വിശ്വാമിത്രൻ പറഞ്ഞോ പൊട്ടിക്കുന്നു? ഇല്ല. ജനകം പറഞ്ഞോ? ഇല്ല. ഒന്ന് സാധിക്കുച്ചാൽ ഒന്ന് എടുത്തിട്ടൊന്ന് കൊലച്ചോളൂ എന്നാണ് പറഞ്ഞത്. രാമനും പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ. കൊലയ്ക്കേണ്ട ആൾ പൊട്ടിച്ചു കളഞ്ഞു. അത് വളരെ ഉദ്ദേശപൂർണ്ണമാണ്. കാരണം മഹാലക്ഷ്മിയാണ് സീതയെ. ഈ മഹാലക്ഷ്മിയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത വേറൊരുത്തരുണ്ടാവാൻ പാടുണ്ടോ? വേറൊരാൾക്ക് ആ യോഗ്യത ഉണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പൊട്ടിച്ചു കളഞ്ഞു. ഇനി സീതയ്ക്ക് 2 സാധ്യതയുള്ളൂ. ഒന്നുകിൽ കല്യാണം കഴിക്കുക രാമനെ, അല്ലെങ്കിൽ എക്കാലവും അവിവാഹിതയായി കഴിഞ്ഞുകൂടുക. ഇതാണ് സാധ്യത. അല്ലായിരുന്നു വെച്ചാൽ വേറെ രാജാക്കനെ കാത്തിരിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. രാമൻ അത് ഇല്ലാതാക്കി. വല്ലാത്തൊരു പരിപാടിയാണ് രാമൻ്റെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞ് വിവാഹം നിശ്ചയിച്ചു. അവിടെ എത്ര വിവാഹം നടക്കണം? ഒറ്റ വിവാഹമേ നടക്കണ്ടു, രാമൻ്റെയും സീതയുടെയും. എന്നാൽ എത്ര നടന്നു? 4 വിവാഹം നടന്നു. 8 പേരുടെ വിവാഹം. അവിടെ ഈ സമാനന്മാർ ഒത്തുകൂടുക ചെയ്ത്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് അത്ഭുതമാണ്. ചില വാഹനത്തിനൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് കയറാൻ പോയിട്ട് അത് കയറാണ്ടായി പോവുക. പിറ്റേന്ന് കേൾക്കുക അത് അപകടത്തിൽ പെട്ടു, അതിലുള്ളവരൊക്കെ മരിച്ചു, വെരുക്ക് പറ്റി, തീ പിടിച്ചു എന്നൊക്കെ. വേറെ ചിലർ എവിടുന്ന ഓടി വരണമെന്നറിയില്ല. എടാ ഇന്ന് പോണ്ടടേ, ഇന്ന് തന്നെ പോണ സ്വാമി, തിരക്കാണ്, എന്നാ പോയിട്ടോ. അല്ലാണ്ടെന്താ?
അല്ലാണ്ടൊന്നും. എന്താ അത്? ഒരാൾ സ്വാനുഭവി പറഞ്ഞിട്ടുള്ളൊരു സംഭവം പറഞ്ഞുതരാം. സ്വാനുഭവി പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ജോലിയുടെ ഭാഗമായിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. അപ്പോൾ അദ്ദേഹം 13-ാമത്തെ 14-ാമത്തെ നിലയിലാറ്റാ. അവിടെ ജോലി കഴിഞ്ഞിട്ടില്ല, ഇനിയും ജോലിയുണ്ട്. പക്ഷെ പെട്ടെന്ന് ആരും ഉള്ളെന്ന് പറയാ ഉടനെ ഇറങ്ങാൻ. ലിഫ്റ്റ് പോണേന് പോലെ ഓടി ഇറങ്ങുക. എന്തിനാ ഓടി ഇറങ്ങിയ അദ്ദേഹത്തിന് അറിയില്ല. താഴെ എത്തി നോക്കുമ്പോൾ കാണുന്ന എന്താ, ഈ താൻ നിന്ന നില പൊട്ടിത്തെറിക്കുകയാണ് തീ പിടിച്ചിട്ട്. അന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കത്തിയ സംഭവം. എന്താ അപ്പം ഇതിനൊന്നും വ്യാഖ്യാനമില്ല. അപ്പോൾ ചില കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി എവിടുന്നൊക്കെയോ നമ്മൾ ഒത്തുകൂടും. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വന്ന് ജനിക്കും. ചില കർമ്മഫലങ്ങൾ അനുഭവിക്കുക, അവിടുന്ന് മാറിപ്പോവും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളാരും നമ്മുടെ കർമ്മഫലം തന്നെ അനുഭവിക്കണത്, അല്ലാണ്ട് അച്ഛൻ്റെ അമ്മയുടെ ഒന്നും അല്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തന്താരനുഭവിച്ചിടുക എന്നേ വരുമെന്നില്ല. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? മനസ്സിലായില്ല? അവനവനേ വരുള്ളൂന്ന്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തന്താരനുഭവിച്ചിടുക എന്നേ വരുമെന്നില്ലാന്ന്. താൻ അനുഭവിച്ചിടുക വരുള്ളൂ. അവനവൻ തന്നെ അനുഭവിക്കണം. തന്തയ്ക്കല്ല കിട്ടുക, തനിക്ക് തന്നെയാണ് കിട്ടുക. അതാണ് പറഞ്ഞത്. തനിക്ക് തൻ്റെ കർമ്മഫലം തനിക്ക് തന്നെയാണ് കിട്ടുക. അതാണ്. എന്താ ഇരിക്കുക. ആഭിചാരാദി കർമ്മങ്ങൾ അനുഭവിക്കുന്ന അവനവൻ്റെ കർമ്മഫലമാണെങ്കിലല്ലേ അനുഭവിക്കുള്ളൂ. അത്രേ അനുഭവിക്കുള്ളൂ. അപ്പോൾ രോഗം വരുന്നത് അങ്ങനെയല്ലേ? അവൻ്റെ കർമ്മഫലമാണെങ്കിലല്ലേ വരിക. എന്നാൽ രോഗം വരികയാണെങ്കിൽ ചികിത്സിക്കണ്ടേ, കരുതലെടുക്കണ്ടേ, വരാതിരിക്കാൻ ശ്രദ്ധിക്കണ്ടേ? അവിടെയാണ് പൗരുഷവും പ്രയത്നവും വേണ്ടത്. രോഗം വന്നു, എന്താ വരുന്നത് വെച്ചാൽ വരും, അനുഭവിച്ച് കളയാന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അത് പറ്റില്ല. അപ്പോൾ ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം, ഞാൻ ചികിത്സ ചെയ്യണം. അതാ വേണ്ടത്.